നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത്, രാഹുൽ ഈശ്വർ അകത്ത്. ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു വാചകമാണ്. ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ 2 സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാണ്. അതിലൊരു കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, മറ്റൊരു കേസിൽ 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ രാഹുൽ ഈശ്വർ ജാമ്യം കിട്ടാതെ ജയിൽവാസം അനുഭവിക്കുന്നു. രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ പീഡന കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തെ അതിശക്തമായി ന്യായീകരിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും ഫേസ്ബുക്കിൽ വന്ന് അദ്ദേഹം ഒരു മര്യാദയില്ലാത്ത രീതിയിൽ അലർച്ചയും ബഹളവും അതോടൊപ്പം തന്നെ വെല്ലുവിളികളും, ഇതിൽ ആരോപണം പറഞ്ഞ നടിയെ അതിമോശമായ രീതിയിൽ വിമർശിക്കുക എന്നുള്ള വാക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും, അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽപ്പെട്ട യുവതിയെ പരോക്ഷമായി വെളിവാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ നടത്തിയിട്ട് തനിക്ക് ഇതെല്ലാം അറിയാം, തൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് താനിത് ചെയ്യുന്നത്, താൻ നിയമം പഠിച്ച വ്യക്തിയാണ് എന്നൊക്കെ വിളിച്ചു പറയുകയും ആ തൻ പ്രമാണിത്വം കാണിക്കുകയും, യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ളൊരു രാഹുൽ ഈശ്വറിന്റെ സാന്നിധ്യം വളരെയധികം അലോസരപ്പെടുത്തുന്നതായിരുന്നു. അലോസരപ്പെടുത്തുന്നത് മാത്രമല്ല, അത് വളരെ മോശമായിട്ടുള്ള ഒരു സംസ്കാരം. ഇപ്പോൾ തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു പൊതു പെരുമാറ്റ രീതി ഒരുപാട് അനാശാസ്യമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതാണെങ്കിലും, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ അധിക്ഷേപിക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു മര്യാദയുടെ അതിർവരമ്പുകൾ വിട്ടുപോകുന്ന രീതിയുണ്ട്. എന്നാൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അതൊക്കെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരമൊരു സന്ദർഭത്തിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇത് ശരിക്കും നമ്മളുടെ മുമ്പിൽ തന്നെ അദ്ദേഹം ചെയ്ത ഒരു നിയമലംഘനം എന്ന് തന്നെ നമുക്ക് പ്രഥമദൃഷ്ട്യാ നിയമലംഘനം തന്നെ എന്ന് പറയാം. കാരണം ഒരു പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്ത് ഇരയായിട്ടുള്ളൊരു യുവതിയുടെ പേര് പരോക്ഷമായി പോലും സൂചിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംഗതികൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ പാലിക്കേണ്ട ആവശ്യം ചില മര്യാദകളാണ്. അപ്പൊ ഈ ഒരു സമീപന രീതിയെ, രാഹുൽ ഈശ്വറിന്റെ സമീപന രീതിയെ ഇവിടെ വെച്ചെങ്കിലും അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇത് വളരെ മോശകരമായ ഒരു സംസ്കാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കുമായിരുന്നു. അത്തരമൊരു സംസ്കാരത്തെ, അല്ലെങ്കിൽ ഒരു ലക്കും ലഗാനവുമില്ലാതെ ആരെയും എന്തും പറയാം എന്നുള്ള ഒരു പൊതുധാരണയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു വിലക്കിടുന്നതിന്, ഒന്ന് ശ്രദ്ധിക്കുന്നതിന്, അങ്ങനെ ചെയ്യാൻ ഒരുമ്പെടുന്നവർക്ക് ഒരു ചെറിയൊരു തടയിടുന്നതിന് യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് കാരണമായിട്ടുണ്ട്. അത് വളരെ ഗുണകരവുമായ ഒരു സാംസ്കാരികമായി ഗുണകരമായ ഒരു ഫലം ഈ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇത് ഒരു പക്ഷേങ്കിൽ നമ്മുടെ ഈ മാറുന്ന കാലമാണ്. ഈ മാറുന്ന കാലത്തിൽ ഈ സാങ്കേതിക വിദ്യ വളരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ സുതാര്യമായ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒട്ടേറെ ചില മര്യാദകൾ നമ്മൾ ഓരോ വ്യക്തിയും പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ ഈ കാലത്തിന്റെ തന്നെ ഒരു ചെറിയ തിരുത്തൽ പോലെയാണ് ഈ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിനെ ഇപ്പോൾ കാണപ്പെടേണ്ടത് എന്ന് തോന്നുന്നു.